എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ മാടപ്പള്ളി വില്ലേജിൽ പങ്കിപ്പുറത്തുള്ളതാണ്. ഇതെൻ്റെ ഭാര്യ മിനി. ഇന്ന് നടന്ന കല്യാണം എൻ്റെ മകൻ്റെ പെൺകുഞ്ഞ് മധ്യപ്രദേശിൽ നിന്നുള്ളതാണ്. ഞാൻ 36 കൊല്ലമായിട്ട് മധ്യപ്രദേശിലുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 31 കൊല്ലമായി. അപ്പോൾ ഈ എൻ്റെ മകൻ്റെ കല്യാണം ഈ പെൺകുഞ്ഞുമായിട്ട് ഫൈനലായി കഴിഞ്ഞ് ഈ കല്യാണം എവിടെ വെച്ച് നടത്തണം എന്നുള്ളൊരു പ്ലാനിങ് എവിടെ വെച്ച് നടത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. നോർത്ത് ഇന്ത്യൻ കുഞ്ഞായതുകൊണ്ട് മധ്യപ്രദേശിൽ വെച്ച് ഒരു പക്ഷേ നടത്തിയെന്നിരിക്കാം. അപ്പോൾ ആദ്യം അവർക്ക് ഞാൻ ഓഫർ കൊടുത്തു, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പറഞ്ഞപ്പോൾ നടത്താം. പിന്നീട് അവർ പറഞ്ഞു അവർക്ക് മധ്യപ്രദേശിൽ വെച്ച് കേരളത്തിൽ വെച്ച് നടത്തുന്നതുകൊണ്ട് എൻ്റെ നാട്ടിൽ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ ഒരിക്കലൊരു എൻ്റെ ചിറ്റപ്പൻ്റെ മകൻ്റെ കല്യാണത്തിന് കൊണ്ടൂരിൽ വന്നിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മകൻ്റെ കല്യാണം ഇവിടെ വെച്ച് നടക്കുകയാണെങ്കിൽ എനിക്ക് കൊണ്ടൂർ വെച്ച് നടത്തണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഈ കല്യാണം ഫിക്സായി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നത് നടന്നത്. ഇതിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യവും കൊണ്ടൂരിൽ വന്നു. എൻ്റെ മകൻ അഖിൽ, അവനും ഈ കൊണ്ടൂരിൻ്റെ മാനേജ്മെൻറ്റിൽ മെയിൻലി എടുത്തു പറയേണ്ടതായിട്ടുള്ള വ്യക്തി രാംദാസ് സാറ്. ആ സാറുമായിട്ടുള്ള റെഗുലർ ടച്ചിൽ ഞാൻ ഒത്തിരി ബിഫോർ ടൈമിൽ അത് ബുക്കിംഗ് തരാമെന്ന് അവർ സമ്മതിച്ചു. നോർമലി ഇത്രയും സമയം ബുക്കിംഗ് തരത്തില്ല എന്ന് പറഞ്ഞുവെങ്കിൽ ഞാൻ അവർക്ക് ഓതൻറ്റിക്കറ്റായിട്ട് കൺഫേം ചെയ്തു ഈ കല്യാണം നടക്കുന്നത് ഇവിടെ വെച്ചായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അഡ്വാൻസൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് പോയി. ഇവരുടെ ഓരോ സ്റ്റെപ്പിലും, ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്, മാനേജ്മെൻറ്റ് എന്താണെന്ന് ഞാനിവിടെ കണ്ടു. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഈ കല്യാണം വളരെ ഭംഗിയായി നടന്നത്. കാരണം അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഭോപ്പാൽ, ഇൻഡോർ, ഡൽഹി പല ഭാഗങ്ങളിൽ നിന്നും കുറഞ്ഞൊരു 80-90-100ൻ്റെ അകത്ത് ആൾക്കാർ വന്നു. ഇവരെല്ലാം പെൺവീട്ടുകാരെ മൊത്തം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇവരുടെ ഓരോ കാര്യങ്ങളും എന്തൊക്കെ എനിക്ക് വേണോ അവരുടെ ഫുൾ സപ്പോർട്ട്. അവർക്ക് ഹിന്ദി അറിയാവുന്നതായതുകൊണ്ട് മാനേജ്മെൻറ്റിന് ശരിക്കും മാനേജ്മെൻറ്റ് സ്റ്റാഫ് ഒരിക്കലും MD സാറുമായിട്ട് ഞാനൊരു 5 ദിവസം മുമ്പ് വന്നപ്പോൾ MD സാറുമായിട്ട് ഞാൻ കടന്നു, മകനും കണ്ടു. ഇപ്പം ഈ സ്ഥാപനം എൻ്റെ ജന്മനാട്ടിൽ ഉള്ളതും അവിടെ വെച്ച് ഇത് നടത്താൻ പറ്റിയതും ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാർ ഓരോ വ്യക്തികളും അക്കവിട്ട് എന്നോട് പറഞ്ഞു, എന്തോ സ്പേസ്, എന്തോ ഹോസ്പിറ്റാലിറ്റി, ലാസ്റ്റ് ബൈ ഫുഡ്, ഏതൊരു കാര്യങ്ങളും എപ്പോഴും 1 മിനിറ്റിനുള്ളിൽ അവർ അറേഞ്ച് ചെയ്ത് തന്നു. അതുകൊണ്ട് എല്ലാം മംഗളമായി എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞു. എല്ലാവർക്കും, ഈ മൊത്തം മാനേജ്മെൻറ്റിനും, എൻ്റെ കുടുംബത്തിൻ്റെയും മധ്യപ്രദേശിൽ വന്ന എൻ്റെ ഹിന്ദി പറയുകയാണെങ്കിൽ സമിതി എന്നാണ് പറയുന്നത്, അവരുടെ സൈഡിൽ നിന്നും ഓരോ വ്യക്തികളുടെ സൈഡിൽ നിന്നും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നു.